ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് നമുക്കിതിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ പച്ചരി കുതിർക്കണ്ട, അതുപോലെ തന്നെ അരിപ്പൊടി വേണ്ട, തേങ്ങയോ ചോറോ ഒന്നും വേണ്ട കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് റവ വെച്ചിട്ട് ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലൂസായിട്ട് വാങ്ങുമല്ലോ റവ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറക്കാത്ത റവയാണ്. അപ്പോൾ നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ആദ്യം. അപ്പോൾ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ റവ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത റവയ്ക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൽ റവ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ആ രീതിക്കൊന്ന് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് അവൽ എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അവൽ വെള്ള അവലാണ് കേട്ടോ. അപ്പോൾ വെള്ള ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു വൈറ്റ് കളറൊക്കെ കിട്ടും. ഇനിയിപ്പോൾ അവൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. മട്ടാവിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് എടുത്താലും മതി. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് അതൊന്ന് പതുക്കനെ നമുക്കൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി വെള്ളം കൂടി പോവണ്ട കേട്ടോ. നമുക്ക് മാവ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുള്ളൂ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. നന്നിരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിൽ നന്നായിട്ടൊന്ന് കുതിർത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളത് ആ നൈസായിട്ടുള്ള അവിലാണ്. അപ്പോൾ കണ്ടോ, അവിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവയും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കൽ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റവയിലാണെങ്കിലും അവിലാണെങ്കിലും ഓവറായിട്ട് വെള്ളമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അവിൽ കുതിർക്കുന്ന സമയത്ത് അതിൽ കുതിർത്ത ശേഷം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മാറ്റിയിട്ട് കളയണ്ട. മാറ്റിയിട്ട് നമുക്ക് ആ ഒരു അവിൽ മാത്രം ആദ്യം ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ അവിലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് രണ്ടും മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. റവ നമ്മൾ കുതിർത്തതിൻ്റെ പേരിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരയ്ക്കുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്ക് മാവിൻ്റെ ആ ഒരു പാകം നോക്കിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു മാവ് ഇത്തിരി കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് മാവ് പാകത്തിലാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലെ മാവ് നന്നായിട്ട് ഒന്ന് വടിച്ചെടുത്താൽ മതി. കൈ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കട്ടി വേണ്ട. നമ്മുടെ ദോശ ബാറ്ററൊക്കെ പോലെ ഇത്തിരി ലൂസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതി, അതിലും കൂടി പോകരുത് കേട്ടോ ബേക്കിംഗ് സോഡ. നമുക്ക് ആ ഒരു സോഡാപ്പൊടിയുടെ ഒരു കുത്തലൊക്കെ വരുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു മാവ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം. അപ്പോൾ ഇത് നമ്മൾ ആ അരച്ചെടുത്ത ഉടനെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കോരി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിറയെ ബബിൾസ് വന്നതിൻ്റെ ശേഷം മാത്രം നമുക്ക് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഇതിൽ ബബിൾസൊക്കെ വന്ന് കണ്ടോ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത്തിരി നെയ്യ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇപ്പോൾ ഞാൻ ആ എണ്ണ എടുത്ത ആ ഒരു ഓയിലിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യുക, അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി കേട്ടോ, അത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അതിൻ്റെ ബോട്ടിലും ഒക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഒഴിച്ചത് കണ്ടല്ലോ നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്തതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ വന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരിത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മളൊരു ഇത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി അത് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഈ ഹോൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുത്താലും മതി. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും അരിയും ഒന്നും കുതിർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നമ്മൾ ഈസ്റ്റും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുള്ള ഈ ഒരു ദോശയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തയക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ മക്കൾക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അതുപോലെ മക്കൾക്ക് കഴിക്കാനും ഒത്തിരി ഇഷ്ടമാവും. റവ വെച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ മക്കൾക്കും ഇഷ്ടമാവും, അവർക്കും കൊടുത്തയച്ച് നോക്കി നോക്കട്ടോ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.